തിരുവനന്തപുരം ബാലരാമപുരം വെടിവച്ചാങ്കോവിലിന് സമീപം വയോധികയെ വീടിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മേടവിള സ്വദേശിനി ഗോമതിയാണ് മരിച്ചത്. സലീം മാലിക്ക വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വിശദാംശങ്ങൾ. SKN 80-കാരിയായ ഗോമതി വെടിവച്ചാൻ കോവിലിലുള്ള സ്വന്തം വീട്ടിന് മുന്നിലാണ് ഈ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വീടിൻ്റെ മുറ്റത്ത് രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു അവിടെ വീണ് കിടന്നത്. ആ സ്ഥലത്ത് ഈ മൃതദേഹം കിടന്ന സ്ഥലത്ത് രക്തവും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരണകാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നരുവാമൂട് പോലീസ് അപ്പോൾ തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പോലീസിൻ്റെ സംശയം ഒന്നുകിൽ കാലുതെറ്റി വീണതാവാം, അതല്ലെങ്കിൽ മോഷ്ടാക്കൾ ഏതെങ്കിലും നിലയിൽ അപായപ്പെടുത്തിയതാവാം എന്നുള്ളതാണ്. ആ നിലയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. വീടിനുള്ളിൽ CCTV ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള CCTVകൾ പരിശോധിച്ച് ആ സമയത്ത് വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കും. വർഷങ്ങളായി ഈ 80-കാരിയായ അമ്മ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ ഭർത്താവ് കുറേ നാളുകൾക്ക് മുൻപ് അപകടത്തിൽ മരിച്ചതാണ്. 3 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരു മകനും നേരത്തെ അപകടത്തിൽ മരിച്ചതാണ്. അങ്ങനെ 2 അപകട മരണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് 2 പെൺമക്കൾ മറ്റ് സ്ഥലങ്ങളിൽ വിവാഹം കഴിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിച്ച് വരുന്നതിനിടെയായിരുന്നു ഈ അപകടം. നാട്ടുകാരാണ് ഈ വീടിന് മുന്നിൽ തന്നെ മുൻവശത്ത് തന്നെ ഈ മറിഞ്ഞു വീണ നിലയിൽ ഗോമതിയമ്മയെ കണ്ടത്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികളൊക്കെ സ്വീകരിച്ചു. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. SKN സലീം മാലിക്ക.